ചെന്താമര കേരളം കണ്ട ഏറ്റവും ക്രൂരനും വൈദഗ്ധ്യം നിറഞ്ഞതുമായ കുറ്റവാളികളിൽ ഒരാളെന്നു തന്നെ പറയേണ്ടി വരും. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ യാതൊരു കുറ്റബോധവും കൂസലുമില്ലാത്ത ചെന്താമര എന്ന പ്രതിയുടെ ക്രൂരമുഖം കൂടുതൽ വെളിവാവുകയാണ്. ട്രിപ്പ് പോകുന്ന ലാഘവത്തോടെ ജയിലിൽ നിന്നിറങ്ങി കൊല ചെയ്യുക, ജയിലിലേക്ക് വീണ്ടും പോവുക, തെളിവെടുപ്പിന് വരുമ്പോൾ ശത്രുതയുള്ളവരോട് ഞാൻ അടുത്ത തവണ വരുമ്പോൾ എടുത്തോളാം എന്ന് പറയുക. എന്തു മനുഷ്യനാണ്! സംസ്ഥാനത്ത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച കേസുകളിലൊന്നായിരുന്നു ചെന്താമരയുടേത്. ജനുവരി 26-ന് തിരുത്തമ്പാടം 56-കാരനായ സുധാകരനെയും 75-കാരിയായ അമ്മ ലക്ഷ്മിയെയും അവരുടെ അയൽവാസിയായിരുന്ന 53 വയസ്സുള്ള ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ 58-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഓഗസ്റ്റ് 31-ന് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ചെന്താമര വിയ്യൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങിയാണ് ഇരട്ട കൊലപാതകം നടത്തിയത്. കുറ്റപത്രം പ്രകാരം ചെന്താമര ഇടം കൈയിനാണെങ്കിലും ഇരു കൈകളും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിവുണ്ടെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലെ മുറിവുകൾ ഇടത് കൈപ്പാങ്ങുള്ളയാളുടെ വെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ എത്ര ആഴവും മാരകവുമാകുമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തി. പ്രതി ഇടം കയ്യനാണെന്ന കാര്യം അന്വേഷണ സംഘം വൈകിയാണ് അറിഞ്ഞത്. ഇത് അറിയാതെ പോയിരുന്നെങ്കിൽ ആയുധം ഉപയോഗിച്ചതിലെ പ്രത്യേകത ചൂണ്ടിക്കാട്ടി പ്രതിഭാഗത്തിന് എതിർവാദം ഉന്നയിക്കാമായിരുന്നു. പ്രതി മാനസിക രോഗിയല്ലെന്ന തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. തന്റെ കുടുംബജീവിതം തകർന്നതിൽ അയൽവാസി സജിതയ്ക്ക് പങ്കുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ നിന്നുമാണ് പക ഉണ്ടാവുകയും കൊലപാതകങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തത്. കുറ്റകൃത്യവും ആസൂത്രണവും പ്രതി ഒറ്റയ്ക്ക് നടത്തി. പ്രതിക്കെതിരായി ഭാര്യ നൽകിയ മൊഴിയും രേഖപ്പെടുത്തി. ശാസ്ത്രീയ തെളിവുകളാണ് കുറ്റപത്രം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കൊലയ്ക്കുപയോഗിച്ച കൊടുവാളിലെ രക്തം കൊല്ലപ്പെട്ടവരുടേതെന്ന് തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. DNA പരിശോധനാ ഫലം ഇത് സ്ഥിരീകരിക്കുന്നു. ഇതേ കൊടുവാളിന്റെ പിടിയിലെ രക്തം DNA പരിശോധനയിലൂടെ ചെന്താമരയുടേതാണെന്നും സ്ഥിരീകരിച്ചു. പ്രതിയും കൊല്ലപ്പെട്ടവരും സാക്ഷികളും സംഭവ ദിവസം കൃത്യം നടന്ന സ്ഥലത്തിന്റെ 40 മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്നുവെന്ന് ഗൂഗിൾ മാപ്പിംഗ്, സോളാർ ഇമേജിംഗ് തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ സ്ഥിരീകരിച്ചു. സംഭവ സമയം സ്ഥലത്തില്ലായിരുന്നുവെന്ന് ഇവർക്ക് പറയാനാകില്ല. DNA പരിശോധനാ ഫലം 15 ദിവസത്തിനകവും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ 21 ദിവസത്തിനകവും ലഭ്യമാക്കി. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ ഇടപെടലാണ് ഇതിന് പിന്നിൽ. ആദ്യം അമ്മയെയും പിന്നെ അച്ഛനെയും അച്ഛമ്മയും കൊന്ന് തങ്ങളെ അനാഥരാക്കിയവന് വധശിക്ഷ കൊടുക്കണമെന്നും ഇനിയും പുറത്തിറങ്ങിയാൽ തങ്ങളെയും കൊല്ലുമെന്ന ഭയത്തിലാണ് സുധാകരന്റെ മക്കൾ. ഏക ദൃക്സാക്ഷിയടക്കം 133 സാക്ഷികളാണ് കേസിലുള്ളത്. തൊട്ടടുത്ത പാടത്ത് ആട് മേയ്ക്കുമ്പോൾ കൊലപാതകം നേരിൽ കണ്ട ഗിരീഷ് എന്ന യുവാവാണ് ദൃക്സാക്ഷി. 7 സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 450 പേജുള്ള കുറ്റപത്രത്തിനൊപ്പം 60ഓളം തെളിവുകളും രേഖകളുമുണ്ട്. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതി സൂപ്രണ്ടിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലത്തൂർ DYSP N മുരളീധരൻ ചൊവ്വാഴ്ച 2:30-യോടെയാണ് കുറ്റപത്രം കൈമാറിയത്. കുറ്റപത്രം പരിശോധിക്കുക, നമ്പറിടുക, പ്രതിഭാഗത്തിന് പകർപ്പ് കൈമാറുക തുടങ്ങിയ നടപടിക്രമങ്ങൾക്ക് ശേഷം ജില്ലാ കോടതിയിലേക്ക് കൈമാറും. വിചാരണ ഏത് സെഷൻസ് കോടതിയിലായിരിക്കുമെന്ന് ജില്ലാ കോടതിയാണ് തീരുമാനിക്കുക.